പ്രിയപ്പെട്ടവരെ, ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം, നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവ്, ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന നമ്മുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിശക്തമായ ഒരു ദൈവീക ദൂത് ഇന്ന് ലോകത്തോട് നമ്മോട് കർത്താവ് ഈ തിരുവചനത്തിലൂടെ പങ്കുവെക്കുക. ഇന്നേത് പാപത്തിന്റെ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ പൂട്ടപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ് നിന്റെ സഹോദര സഹോദരി, അതിൽ മനസ്സിടിഞ്ഞു പോകേണ്ടവരല്ല എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. വലിയൊരു വിമോചനത്തിന്റെ സദ്വാർത്തയാണ് നമ്മുടെ കർത്താവ് ഈ തിരുവചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പാപം ഇന്ന് നിന്റെ ജീവിതത്തെ തളർത്തി കളഞ്ഞോ? തടക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, അടിമത്ത സ്വാധീനങ്ങൾ ഇന്ന് നിന്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തിയോ? ഒരാളുടെ മുമ്പിൽ നിന്ന് പോലും വിരൽ ചൂണ്ടി പറയാനായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ ഒരു പാപ അടിമത്തം നിന്റെ ജീവിതത്തെ ഇന്ന് ഭരിക്കുന്നുണ്ടെങ്കിൽ, അത് നിന്റെ ജീവിതത്തിന് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, യേശു നിന്നെ വിളിക്കുന്നു അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ, അതിന്റെ കെട്ട് നിന്നിൽ നിന്ന് അഴിക്കുവാൻ, അതിന്റെ മേലുള്ള ബന്ധനങ്ങളെ എടുത്തു മാറ്റുവാൻ, നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക്, വിമോചനത്തിലേക്ക്, രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു. കർത്താവിന്റെ സ്വരം കേട്ട് കർത്താവിലേക്ക് തിരിയുവാൻ കർത്താവ് നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ ചെയ്യുന്നത്. ദാവീദിന്റെ പുത്രനായ യേശുവേ, കരുണ കാണിക്കണമേ കർത്താവേ. യേശുവേ, നിന്റെ അത്ഭുതത്തിന്റെ സൗഖ്യത്തിന്റെ കരമിപ്പോൾ ദൈവജനത്തിന്റെ മേൽ നീട്ടണമേ. ദൈവജനത്തിന് ഇന്ന് ദൈവമേ നിവർന്നു നിന്ന് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ പറ്റാത്ത വിധത്തില് ദൈവമക്കളുടെ ജീവിതങ്ങളുടെ മേല് വേരുവാകി കിടക്കുന്ന, സ്വാധീനം ചെലുത്തിയ സകല പാപത്തിന്റെ തിന്മയുടെ അടിമത്ത ചങ്ങലകൾ യേശുനാമത്തിൽ പൊട്ടി തകർന്നു പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ. അടിമത്ത സ്വാധീനം വിട്ടുമാറി പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന്